RSSും CPMും ബദ്ധവൈരികളാണ്. നമുക്കറിയാം ഐഡിയോളജിക്കലി രണ്ട് വിഭാഗങ്ങളും ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം RSSന്റെ പ്രത്യയശാസ്ത്ര എതിരാളിയാണ്. അപ്പോൾ അവർ തമ്മിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കുക എന്നുള്ളത് സംഭവ്യമാണോ? അല്ല, അങ്ങനെ ഡീൽ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള കോമൺ സെൻസ്, അല്ലെ അതിൻ്റെ യുക്തി അതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. VD സതീശൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലി എന്താണ്? ആരെങ്കിലും നിഷേധിച്ചാൽ തെളിവ് തരാം എന്നല്ല ഒരു പ്രതിപക്ഷ നേതാവ് പറയേണ്ടത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം കോടതിയുടെ മുന്നിൽ എത്തിക്കണം, ആ തെളിവ് വ്യക്തമാക്കണം. ഈ ഞഞ്ഞാവിൻ്റെ വർത്തമാനം പറയുന്നതായിട്ടുള്ള രാഷ്ട്രീയക്കാരെ അടിച്ചോടിക്കാനായിട്ട് കേരളത്തിന് കഴിഞ്ഞ് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ. ഇവരെന്തിനാണ് തെളിവ് പൂഴ്ത്തി വെക്കുന്നത്? തെളിവുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരട്ടെ. കാരണം ഈ CPM എന്ന് പറയുന്നതായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു മരണ കാരണമായിട്ട് മാറിത്തരില്ലേ ചെയ്താൽ? അവരതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യാണ്ട് പ്രസംഗിക്കാൻ മാത്രം ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു ഡീലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ജനങ്ങളെ പറ്റിക്കുന്ന പ്രക്രിയയിൽ നിന്ന് മാറുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് സതീശൻ്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും പൊതുവായിട്ടുള്ള സ്വഭാവം ഇതാണ്. അവർക്ക് അവരുടെ പ്രസംഗവേദികളിൽ മാത്രം പ്രസംഗിച്ച് ജയിച്ചാൽ മതി, അല്ലെങ്കിൽ നിയമസഭയിൽ ജയിച്ചാൽ മതി. സംസാരിച്ച് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന ഒരു രാഷ്ട്രീയ കേരളമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്വഭാവം എന്താണ്? പാർട്ടിയുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഗോഡ് ഫാദറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു ഡോൺ നേതാവായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പി ശശിയെ പോലെയുള്ള പാർട്ടി തള്ളിയ, പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ എതിർത്ത ഒരാളെ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടതായിട്ടുള്ള സ്ഥാനങ്ങളിൽ കൊണ്ടുവരുത്തിയിരിക്കുന്നത്. ഇതിക്ക് മുമ്പ് അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് MV ജയരാജൻ, അദ്ദേഹം രാവിലെയോടെയും വൈകുന്നേരം വരെ അവിടെ വരുന്ന മുഴുവൻ ആളെയും കേൾക്കുമായിരുന്നു. അവർ പറയുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ചിലപ്പോൾ അത് നടപ്പിലാക്കും, ചിലപ്പോൾ നടപ്പിലാക്കില്ല. പക്ഷെ നടക്കുകയില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓരോരുത്തരും അറിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയെല്ലാം പോയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും തെമ്മാടികൾക്കും മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സംവിധാനമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ടെന്ന് എത്ര കാലമായിട്ടാണ് ആരോപണങ്ങൾ ഉയരുന്നത്? ആ ആരോപണത്തിനെ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട് അതിന് മുന്നിൽ നെഞ്ചുരിച്ച് നിൽക്കുന്നില്ല? എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവർ യഥാർത്ഥത്തിൽ? അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അത് കാണിക്കാനായിട്ടുള്ള നെഞ്ചുക്കാണ് കാണിക്കേണ്ടത്. അത് ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി യഥാർത്ഥത്തിൽ കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.